കേരളം നമ്മുടെ സംസ്ഥാന വിഹിതം ഒരുപാട് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഈ സ്ഥലം ഏറ്റെടുപ്പിന് ആണെങ്കിലും സാധന സാമഗ്രികൾ വാങ്ങാനാണെങ്കിലും ഉൾപ്പെടെ സംസ്ഥാനമാണ് കൂടുതൽ തുക ചിലവഴിച്ചതൊക്കെ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു അഭ്യർത്ഥന നടത്താനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? നിലവിൽ അതിന് സാധ്യതയില്ല. അതിന് കാരണം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ഗ്രാൻഡായി നൽകില്ല എന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചതാണ്. സംസ്ഥാനം പലതവണ അത് ഗ്രാൻഡായി വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ നൽകാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞ മറുപടി. അതിനുശേഷം തന്നെ അത് തിരിച്ച് വായ്പയായി നൽകുന്നത് തിരിച്ചടയ്ക്കാമെന്ന കരാറിൽ ഒപ്പുവെച്ചു. അതുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. പക്ഷേ അത് സംസ്ഥാനം പലതവണ ആവശ്യപ്പെട്ടതാണ്. നേരത്തെ പറയുന്നതുപോലെ തമിഴ്നാടിനൊക്കെ ഗ്രാൻഡായി തന്നെ ആ 817 കോടി നമുക്ക് ലഭിക്കുന്നത് 817 കോടിയാണ്. അത് ഗ്രാൻഡായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് വായ്പയായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. തിരിച്ചടയ്ക്കണം. അങ്ങനെ ആ തിരിച്ചടയ്ക്കാനുള്ള കരാറിൽ ഏകദേശം ഒരു മാസം മുമ്പാണ് ആ ഒപ്പുവയ്ക്കൽ നടന്നത്. അതിനൊപ്പം തന്നെ ഒരു ബാങ്ക് കൺസോർഷ്യവുമായും സംസ്ഥാനവുമായും അതിൻ്റെ പോർട്ടുമായും മറ്റൊരു കരാർ കൂടി ഒപ്പുവെച്ചു. അതിനുശേഷമാണ് ഉദ്ഘാടനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. മെയ് 2-ന് പ്രധാനമന്ത്രി സമയം അനുവദിച്ചും ഉദ്ഘാടനത്തിലേക്ക് പോയതും അങ്ങനെയാണ്. എന്തായാലും അത്തരം ആ ഗ്യാപ്പ് ഫണ്ടായി തന്നെ നൽകാൻ കഴിയില്ല, ഗ്രാൻഡായി നൽകില്ല, അത് വായ്പയെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. നിലവിൽ എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 9:45 കൂടി പ്രധാനമന്ത്രി അവിടെ നിന്ന് പുറപ്പെടും. അതിനുശേഷം ഇവിടേക്ക് ഒരു 10 കൂടി എത്തും എന്നാണ് നമുക്ക് അറിയുന്നത്. ഇപ്പോൾ കപ്പൽ ഇവിടെ നങ്കൂരം ഇട്ടിട്ടുണ്ട്. അത് ബർത്ത് ചെയ്തിട്ടുണ്ട്. അത് എംബസിയുടെ തന്നെ ഒരു വലിയ കപ്പലായ സെലസ്റ്റിനോ മാരിയോ ആണ് ഇവിടെ നങ്കൂരം ഇട്ടിട്ടുള്ളത്, ബർത്ത് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് പ്രധാനമന്ത്രി ആ കപ്പലിലേക്ക് കയറി അത് വീക്ഷിക്കുമെന്നാണ് നമുക്ക് അവസാന നിമിഷവും അറിയാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന് ഈ സെമി ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് ഇത്തരത്തിൽ വലിയ നേട്ടത്തിലേക്ക് വിഴിഞ്ഞം പോകാൻ കാരണം ആ ക്രെയിൻ സംവിധാനമാണ്. അത് എളുപ്പത്തിൽ ഈ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ അതുവഴി സാധിക്കും. അത് തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചരക്ക് നടക്കുന്ന ഒരു തുറമുഖമായി ഇത് മാറാൻ കാരണം. ട്രെയിനുകളുടെ കാര്യം പറഞ്ഞതോടാണ് ചന്തുവിലേക്ക് കൂടി പോവുകയാണ്. ചന്തു, ഇപ്പോൾ ബിനിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ തുടങ്ങാം. കാരണം രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഈ ഓട്ടോമേറ്റഡ് CRMG ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് വനിതകളാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്, എന്നൊരു കൗതുകം കൂടിയുണ്ട് നമ്മൾ വിഴിഞ്ഞത്തേക്ക് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ പ്രത്യേകതകൾ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വനിതകൾ ഈ ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അദാനി പോർട്ടിൻ്റെ തന്നെ വിഷ്വൽസ് നമുക്ക് നൽകിയിരുന്നു. വലിയ തരത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇത്തരത്തിൽ വലിയൊരു തുറമുഖത്ത് ചരക്ക് നീക്കം വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് പിന്നിൽ വനിതകളാണ് എന്ന കാര്യം അത് വളരെ നമ്മൾ ചർച്ച ചെയ്യുകയും അത് വനിതകളെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനം നൽകുന്ന ആ കാര്യം കൂടിയാണ്. അത്തരത്തിൽ വനിതകളുടെ ഒരു പങ്കാളിത്തവും കൃത്യമായി ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കുന്നതിന് അദാനി പോർട്ടിനും അതുമായി ബന്ധപ്പെട്ടവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇതുവരെ 285 കപ്പലുകളിൽ നിന്നായി 5,93,000-ഓളം TEU കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാപിത ശേഷിയുടെ 110% വരെ വിനിയോഗമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ദക്ഷിണ പശ്ചിമ തീരങ്ങളിലെ ചരക്കു നീക്കവുമായി ബന്ധപ്പെട്ട് 1-ാം സ്ഥാനം കൈവരിക്കുന്നതിനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ നേട്ടം വിഴിഞ്ഞത്തെ തേടി നിൽക്കുന്നു. വികസനം ഇവിടെ അവസാനിക്കുന്നില്ല. അദാനി തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ 2028 ഡിസംബറിനുള്ളിൽ ഈ തുറമുഖം പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയും. അടുത്ത 2 ഘട്ടങ്ങൾ കൂടി പൂർത്തീകരിച്ച് പൂർണ്ണമായി തന്നെ വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രവർത്തനശേഷിയിലേക്ക് വരാൻ കഴിയുമെന്നാണ് അദാനി തന്നെ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി തുറമുഖത്തിൻ്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം TEU ആയി വർദ്ധിക്കുന്നുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VGF ഒപ്പുവയ്ക്കുകയും അതനുസരിച്ച് അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്തത്. എന്തായാലും കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്റർ നീളത്തിലേക്ക് അടുത്ത ഘട്ടം ആകുമ്പോൾ വിപുലീകരിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ നീളം 900 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. കണ്ടെയ്നറിൻ്റെ സംഭരണയാടുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമൊക്കെ അങ്ങനെ വലിയ തരത്തിലുള്ള വികസനം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നിൽ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് 11 മണിയോടുകൂടി നാടിന് സമർപ്പിക്കുമ്പോൾ ഇവിടെ ഒടുങ്ങുന്നതല്ല വികസനം, ഇവിടെ തുടരുകയാണ് വികസനത്തിൻ്റെ പുതിയ വഴി. ആ പുതിയ വഴി 2028 ആകുമ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസന സ്വപ്നങ്ങൾക്ക്, കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്. സേതുലക്ഷ്മി.